സമ്പൽ സമൃദ്ധി വിരിയും ചിങ്ങപ്പൊൻ പുലരി സർവരാശിയും ഉണർന്നുയർന്നൊരു ചതയം നക്ഷത്രം 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം SNDP യോഗം തൊടുപുഴ ടൗൺ ശാഖ നമ്പർ 4101 കുണ്ടേക്കല്ലിൽ രാവിലെ 9 മണിക്ക് തന്നെ പതാക ഉയർത്തി അതിവിപുലമായ ചടങ്ങുകളോടെ തുടക്കം കുറിച്ചു. പതാക ഉയർത്തൽ ഡി മനോഹരൻ ശാഖ പ്രസിഡന്റ്, പങ്കെടുത്തവർ ശാഖ സെക്രട്ടറി MB വിജയൻ, ഗുരുദേവ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ശേഷം ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, കുട്ടികളുടെ കലാപരിപാടികൾ, പ്രസാദ ഊട്ടിന് ശേഷം 2 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ശാഖ പ്രസിഡന്റ് ഡി മനോഹരൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്വാഗതം പറഞ്ഞത് MB വിജയൻ, ശാഖ സെക്രട്ടറി. മുഴുവൻ ശ്രീനാരായണ ഭക്തർക്കും SNDP യോഗം തൊടുപുഴ ടൗൺ ശാഖയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യമേ ആശംസിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്. സാധാരണ നമ്മുടെ ജയന്തി ആഘോഷങ്ങൾ ഓണം കഴിഞ്ഞ് 3-ാം നാളായ അത് ആഘോഷിക്കാറുള്ളത്. ഇത്തവണ നമുക്ക് ജയന്തി ആദ്യമേ കടന്നു. ഓണത്തിന് 1 മാസം മുമ്പ് ജയന്തി ആഘോഷിക്കാൻ നമുക്ക് തവണ സാധിച്ചതുകൊണ്ട് ഈ ശാഖയ്ക്ക് അതിലൂടെ ഇത് വലിയ നേട്ടമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓണത്തിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും വീടുകളിൽ പോകുന്നതുകൊണ്ട് ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശാഖാ കമ്മിറ്റി നടത്തിയ പരിശ്രമത്തിന് ഫലം കൊണ്ടുവന്ന് ഞങ്ങൾ ആദ്യമേ നിങ്ങളെ അറിയിക്കട്ടെ. യോഗത്തിൻ്റെ ഉദ്ഘാടനം ശ്രീമതി സ്മിത ഉല്ലാസ്, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി. ഗുരുദേവ സന്ദേശം നൽകിയത് MN ബാബു, മുൻ യൂണിയൻ ശാഖ പ്രസിഡന്റ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് EV സന്തോഷ്, ശാഖ വൈസ് പ്രസിഡന്റ്. KV ഷാജു, യൂണിയൻ കമ്മിറ്റി അംഗം. കൂടാതെ യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികൾ, കുമാരി സംഘം, വനിതാ സംഘം സെക്രട്ടറി, പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിച്ചു. SLC+2 ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ക്യാഷ് അവാർഡും നൽകി. കൂടാതെ മാംഗല്യ സഹായനിധി, ചികിത്സാ സഹായങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടന പ്രസംഗം ശ്രീമതി സ്മിത ഉല്ലാസ്, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഗുരുദർശനത്തിന്റെ മഹിമയും ഗരിമയും തിരിച്ചറിഞ്ഞ ഏതൊരുവനും ഭഗവാന്റെ തിരുജയന്തി ആഘോഷിക്കാതിരിക്കാനാവില്ല. ഈ ആഘോഷത്തിനിടയിൽ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഈ സമീപകാലത്ത് നടന്ന വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തം നമുക്കൊരു തീരവേദന തന്നെയാണ്. നമ്മളിവിടെ ഈ യോഗം ആരംഭിച്ചത് തന്നെ നമ്മുടെ സഹോദരങ്ങൾ എത്രയും വേഗം പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്. ഉള്ളവനാവണം അരുളൻ പരുകമ്പ 3-നും പൊരുളൊന്നാണ് ഒരു ജീവതാരകം, അരുളുള്ളവനല്ലേ ജീവി എന്ന ഈ നവാക്ഷരിയെ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് പതിപ്പിച്ച് തന്നിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ശരീരം ഇവിടെ നിന്ന് വെടിഞ്ഞ് ഈശ്വര ചൈതന്യത്തിലേക്ക് തിരിച്ചെത്തിയതുടൻ എത്തിക്കുന്നു. അരുളൻ പലുകമ്പ 3-നും പൊരുളൊന്നാണ് ജീവതാരകം. അതെ, സഹോദരങ്ങളോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും പ്രകടമാക്കാനാണ് ഈ ഗുരുജയന്തി ദിനം നാം ഏവരും SNDP യോഗത്തിന്റെ
തൊടുപുഴ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് ഇതര യൂണിയനുകൾ എല്ലാവരും തന്നെ ഇന്നേ ദിനം പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ നമ്മുടെ സഹോദരങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ജയന്തി ആഘോഷത്തിൽ വേറിട്ടൊരു അനുഭവമായി മാറിയത് പങ്കെടുത്ത എല്ലാ കുടുംബക്കാർക്കും ഓണക്കോടി നൽകി ശ്രീ പി കെ സദാശിവൻ, ശ്രീമതി വത്സല സദാശിവൻ, സിനി നിവാസ് സ്മരണാർത്ഥം ശ്രീ പി എസ് സിനിമോൻ നൽകുന്ന ഓണക്കോടി വിതരണം. ഓണക്കോടി കിട്ടിയവർക്കെല്ലാം SN മൊബൈലിൻ്റെ 20% ഡിസ്കൗണ്ടിൽ വാങ്ങാവുന്ന കൂപ്പൺ വിതരണവും കൂടി നടത്തപ്പെട്ടു. കൂടാതെ ഈ ശാഖയുടെ കീഴിൽ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വിജയിച്ച് പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ശാഖയിലെ ഒരു കുട്ടിക്ക് ക്യാഷ് അവാർഡും നൽകി. കൂടാതെ ഈ ശാഖയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷനും കൂടി നൽകി. ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ഈ ജയന്തി ആഘോഷം SNDP യോഗം തൊടുപുഴ ടൗൺ ശാഖ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉത്തമ മാതൃകയായി. ഗുരുദേവ സന്ദേശം MN ബാബു, മാന്തളംപാറ. ഈ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലുള്ള ഭാരവാഹികൾ മുഴുവൻ അംഗങ്ങളെയും ഓർത്തിണക്കിക്കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നേറുക. എല്ലാവർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുമെന്ന് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണത്തിലായിരിക്കും തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുകയുണ്ട്. നമ്മൾ ലോകമെമ്പാടും ഇന്ന് ഗുരുദേവ ജയന്തി വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 170ാമത് 170 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഇന്നുണ്ടായിരുന്ന അവസ്ഥ ഒന്ന് പുറകോട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഉചിതമായിരിക്കുമെന്നാണ് തോന്നുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്ന എന്ന് ഗുരു അരുൾ ചെയ്തിട്ടുണ്ട്. ആകാംക്ഷയോടെ കാത്തിരുന്ന ഓണക്കൊടി വിതരണം. ഓണ ഡിസ്കൗണ്ടിൽ 20% കിഴിവിൽ മൊബൈൽ കരസ്ഥമാക്കുന്നതിനുള്ള SN മൊബൈലിൻ്റെ കൂപ്പണും ഓണക്കൊടിയുടെ കൂടെ നൽകി. നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഹോക്കി വെങ്കലം നേടിയ ശ്രീജേഷിന്റെ സഹോദരിയാണ്. ചേച്ചി താമസിക്കുന്നത് പത്തേക്ക് നഗറിലാണ്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് അനിൽ എന്നാണ്. ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് പുളിമൂട്ടിൽ കുടുംബത്തിൽ നിന്ന് നമുക്ക് 5000 രൂപ തന്ന് നമ്മളെ സഹായിച്ചാണ്. അതിൻ്റെയും കൂടി ഒരു ആദരവ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും. ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് അതുമായിട്ട് വരുന്നവർക്കുണ്ട്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.